ഹലോ മക്കളെ, അപ്പോൾ നാളെയല്ലേ നമ്മുടെ മാത്തമാറ്റിക്സിൻ്റെ എക്സാം. പഠിച്ചൊക്കെ തീർന്നോ? റിവിഷനൊക്കെ സെറ്റാണല്ലോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാളെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഏറ്റവും ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നാളെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങിയാലോ? നമ്മളതിൻ്റെ ആൻസറും കൂടെ തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ നോക്കിയേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിനാ? സെറ്റിൻ്റെ ചാപ്റ്ററിനാ അല്ലേ? നോക്കിയേ, ഇവിടെ തന്നേക്കുന്നത് എന്താ? യു എന്ന് പറഞ്ഞ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്. എ എന്ന് പറഞ്ഞൊരു സെറ്റും ബി എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ആദ്യം നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് എന്താ? എ കോംപ്ലിമെൻറ്റ്. അപ്പോൾ നോക്കിയേ, എ കോംപ്ലിമെൻറ്റ് എന്ന് വെച്ചാൽ എന്താ? എലമെൻറ്റ്സ് ദാറ്റ് ആർ ഇൻ യൂണിവേഴ്സൽ സെറ്റ് ദാറ്റ് ആർ നോട്ട് ഇൻ എ. എയിലെ എലമെൻറ്റ്സ് ഒഴികെ ബാക്കി നമ്മുടെ യുയിൽ എന്തൊക്കെയുണ്ടോ അതാണ് നമ്മുടെ എ കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ വരും? 1, 3, 5, 7 അല്ലേ? ഇനി നോക്കിക്കേ, ബി കോംപ്ലിമെൻറ്റ്. ബിയിലെ എലമെൻറ്റ്സ് അല്ലാതെ ബാക്കി യുയിൽ ഏതൊക്കെയുണ്ടോ അതിനാണ് ബി കോംപ്ലിമെൻറ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ? അപ്പം ബിയിലെ എലമെൻറ്റ്സ് ഏതാ? 2, 4, 8. ബാക്കി ബി കോംപ്ലിമെൻറ്റ് എന്ത് വരും? 1, 3, 5, 6, 7. ഇനി അടുത്ത് ചോദിച്ചേക്കുന്നത് എന്താ? എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നു. അപ്പം നമുക്ക് ആദ്യം എ യൂണിയൻ ബി കണ്ടാലോ? എ യൂണിയൻ ബി എന്ന് വെച്ചാൽ എന്താ? എയിലെയും ബിയിലെയും എലമെൻറ്റ്സിനെ ഒരുമിച്ച് എഴുതുന്നതിനാണ് നമ്മൾ എ യൂണിയൻ ബി എന്ന് വിളിക്കുന്നത് അല്ലേ? അപ്പോൾ എയിലെയും ബിയിലെ എലമെൻറ്റ്സ് ഒരുമിച്ച് എഴുതുമ്പോൾ ഏത് വരും? 2, 4, 6, 8 അല്ലേ? ഇനി നോക്കിയേ, എ യൂണിയൻ ബി കോംപ്ലിമെൻ്റാണ് ചോദിച്ചേക്കുന്നത്. അതായത് എ യൂണിയൻ ബി എന്ന് പറഞ്ഞ സെറ്റ് എഴുതിയേക്കുന്ന സെറ്റിലെ എലമെൻറ്റ്സ് കൂടാതെ ബാക്കി യുയിൽ ഏതൊക്കെയുണ്ട്? ഏതാ? 1, 3, 5, 7. ഇനി അടുത്ത നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചേക്കുന്നത്? അപ്പോൾ നമ്മൾ ഇത് കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചേക്കാണ് വേരിഫൈ എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. മക്കളെ, ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു എക്സാമിനും സെറ്റിൻ്റെ ചാപ്റ്ററിനകത്തുനിന്ന് അതാണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കാണും. നമുക്ക് സെറ്റ്, ഒരു യൂണിവേഴ്സൽ സെറ്റും 2 സെപ്പറേറ്റ് അല്ലാതെ സെറ്റും തന്നിട്ട് നമ്മൾക്ക് ചോദിക്കുന്നത് എന്താണ്? വേരിഫൈ എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എന്താ? ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നോക്കിയിട്ട് തന്നെ പോവാം. അപ്പോൾ നോക്കിയേ, ഇതങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഒരു സൈഡായ എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. നമ്മൾ ഏത് കണ്ടുപിടിച്ചു? താണ്ടി ഇവിടെ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചല്ലേ. ഇനി ഇത് നോക്കിക്കേ, അപ്പോൾ നമ്മൾ ബാക്കി എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ഇനി കണ്ടുപിടിക്കണം? എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. ഇൻ്റർസെക്ഷൻ വരുന്ന ഏതൊക്കെയാണ്? അതാണ്ട് ഇതാണ് നമ്മുടെ എ കോംപ്ലിമെൻറ്റ്, ഇതാണ് നമ്മുടെ ബി കോംപ്ലിമെൻറ്റ്. രണ്ടിൻ്റെ ഇൻ്റർസെക്ഷൻ വരുന്ന ഏതൊക്കെയാണ്? 1, 3, 5, 7 അല്ലേ? ഇനി നോക്കിക്കേ, എ യൂണിയൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 1, 3, 5, 7. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നതോ 1, 3, 5, 7. അപ്പോൾ എന്താണ്? എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? യെസ്. അപ്പം വീണ്ടും പറയാണ്, വേരിഫൈ എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് വേരിഫൈ ചെയ്യാനായിട്ട് ഉറപ്പായിട്ടും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത് നോക്കിക്കേ, യെസ്, ഇതേതാ? ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിലല്ലേ? നമ്മൾ അടുത്തത് ചോദിച്ചിരിക്കുന്നത് sin 5x പ്ലസ് sin 3x ഡിവൈഡഡ് ബൈ കോസ് 5x പ്ലസ് കോസ് 3x ഈക്വൽ ടു tan 4x എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. മക്കളെ, മേളത്തെ നോക്കിയേ, sin 5x പ്ലസ് sin 3x എന്ന് പറയുന്നത് ഏത് ഫോമാണ്? sin a പ്ലസ് sin b ഫോം അല്ലേ? അപ്പം നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് വരും? 2 sin 5x പ്ലസ് 3x ബൈ 2 കോസ് 5x മൈനസ് 3x ബൈ 2 എന്ന് വരും അല്ലേ? ഇനി താഴെയോ? താഴെ ഏത് ഫോമാണ് എടുക്കുന്നത്? കോസ് 5x പ്ലസ് കോസ് 3x എന്ന് പറയുന്നത് ഏത് ഫോമാണ്? കോസ് എ പ്ലസ് കോസ് ബി ഫോം ആണല്ലേ? അപ്പോൾ താഴെ എന്താ വരുന്നത്? 2 കോസ് 5x plus 3x by 2 cos
5x മൈനസ് 3x ബൈ 2 എന്ന് വരില്ലേ? ഈക്വൽ ടു എന്ത് വരും? 2 സൈൻ 4x കോസ് എക്സ് എന്നും വരും അല്ലേ? താഴെയോ 2 കോസ് 4x കോസ് എക്സ് എന്നും വരും. ഇനി ഇവിടെ നോക്കിക്കേ, ഇതിനെ നമുക്ക് കളയത്തില്ലേ? ഇവിടെ ഈ 2വിനെയും കളയാലോ. ബാക്കി നമുക്ക് എന്ത് വരും? ഈക്വൽ ടു സൈൻ 4x ബൈ കോസ് 4x. സൈൻ 4x ബൈ കോസ് 4x എന്താണ് മക്കളെ? യെസ്, ടാൻ 4x ആണ് അല്ലേ? ടാൻ 4x ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് റിപ്പീറ്റ് ആയിട്ട് കുറേ തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ബൈനോമിയൽ തിയറം എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തെ ഇതും കുറേ തവണ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നൊരു പ്രോബ്ലം ആണ്. അത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പം നമുക്ക് ചെയ്താലോ? എടാ മക്കളെ, ആദ്യം നമ്മൾ ഈ പാർട്ടാണ് ചെയ്യുന്നത്. അപ്പം എങ്ങനെ ചെയ്യും? a പ്ലസ് ബി ദി ഓൾ റൈസ് ടു 4 മൈനസ് a മൈനസ് ബി ദ ഓൾ റൈസ് ടു 4 ഈക്വൽ ടു എന്ത് വരും? എന്താണ് നമ്മുടെ ബൈനോമിയൽ തിയറത്തിലെ ഇക്വേഷൻ വെച്ച് നമ്മൾ എഴുതുമ്പോൾ എന്താണ് വരുന്നത്? യെസ്, 4c. ആദ്യം നമുക്ക് a പ്ലസ് ബി ദി ഓൾ റൈസ് ടു 4ൻ്റെ എഴുതാം. അപ്പം 4c1 a റൈസ് ടു 4 അല്ല 4c0 തൊട്ട് വേണം തുടങ്ങാൻ. 4c0 a റൈസ് ടു 4 പ്ലസ് 4c1 a റൈസ് ടു 3 b പ്ലസ് 4c2 a സ്ക്വയർ b സ്ക്വയർ. ദെൻ അടുത്തെന്ത് വരും? 4c3 a b ക്യൂബ് പ്ലസ് 4c4 b റൈസ് ടു 4 എന്ന് വരും അല്ലേ? ഇനി അടുത്ത് നോക്കിയേ, മൈനസ് a മൈനസ് ബി ദ ഓൾ റൈസ് ടു 4ൻ്റെ എടുക്കുമ്പോഴോ തണ്ടേ 4c0 a റൈസ് ടു 4 മൈനസ് 4c1 a റൈസ് ടു 3 b പ്ലസ് 4c2 a സ്ക്വയർ b സ്ക്വയർ മൈനസ് 4c3 a b ക്യൂബ് പ്ലസ് എന്താണ് 4c4 b റൈസ് ടു 4 എന്ന് വരും അല്ലേ? ഇനി നോക്കിയേ, ഇനി അടുത്ത സ്റ്റെപ്പിനകത്ത് എന്ത് വരും? ഈക്വൽ ടു 4c0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പം a റൈസ് ടു 4 പ്ലസ് 4c1 ഈക്വൽ ടു 4 a ക്യൂബ് b പ്ലസ് 4c2 എന്ന് പറയുന്നത് 6 a സ്ക്വയർ b സ്ക്വയർ പ്ലസ് 4c3 എന്ന് പറയുന്നത് എന്താണ്? 4a b ക്യൂബ് പ്ലസ് 4c4 ഈക്വൽ ടു 1. അപ്പം b റൈസ് ടു 4 മൈനസ് ഇവിടെയോ, ഇവിടെ എന്ത് വരും? 4a റൈസ് ടു 4 മൈനസ് 4a ക്യൂബ് b പ്ലസ് 6a സ്ക്വയർ b സ്ക്വയർ മൈനസ് 4a b ക്യൂബ് പ്ലസ് b റൈസ് ടു 4 എന്ന് വരും അല്ലേ? ഇനി അടുത്ത് നോക്കിയേ, ഈ മൈനസിനെ നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഈക്വൽ ടു a റൈസ് ടു 4. ഈ പ്രദേശത്ത് നമ്മൾ അതേപോലെ എഴുതാണ്. a ക്യൂബ് b പ്ലസ് 6a സ്ക്വയർ b സ്ക്വയർ പ്ലസ് 4a b ക്യൂബ് പ്ലസ് b റൈസ് ടു 4 മൈനസ് a റൈസ് ടു 4 പ്ലസ് 4a ക്യൂബ് b മൈനസ് 6a സ്ക്വയർ b സ്ക്വയർ പ്ലസ് 4ab ക്യൂബ് മൈനസ് 4 റൈസ് ടു b റൈസ് ടു 4 എന്ന് വരും അല്ലേ? ഇനി നോക്കിയാൽ ഇതിൽ ഏതൊക്കെ കട്ടായി പോവും? ഈ മൈനസ് b റൈസ് ടു 4ഉം പ്ലസ് b റൈസ് ടു 4ഉം കട്ടാവും. ഈ മൈനസ് 6a സ്ക്വയർ b സ്ക്വയറും പ്ലസ് 6a സ്ക്വയർ b സ്ക്വയറും കട്ടാവും. ഇനിയോ, ഇനി നോക്കിയേ, പ്ലസ് a റൈസ് ടു 4ഉം മൈനസ് a റൈസ് ടു 4ഉം കട്ടായി പോവും. ബാക്കി എന്തുണ്ട് മക്കളെ? ബാക്കി എന്തുണ്ട്? ഈക്വൽ ടു 2 ഇൻറ്റു 4a ക്യൂബ് b പ്ലസ് 4a
ബി ക്യൂബ് ആണുള്ളത്. ഇനി ഇവിടെ നോക്കിയേ, ഈ രണ്ടിടത്തു നിന്ന് ആ 4നെ പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? 8a ക്യൂബ് ബി പ്ലസ് എ ബി ക്യൂബ് എന്ന് വരും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി അടുത്ത് നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? √3 പ്ലസ് √2 4 വരുമ്പോൾ മൈനസ് √3 മൈനസ് √2 4 വരുമ്പോൾ എന്താവുമെന്ന് ഒന്നും ചെയ്യേണ്ട. അതാണ്ട് ഈ ഇക്വേഷനകത്തോട്ട് എക്ക് പകരം എ ഈക്വൽ ടു √3യും ബി ഈക്വൽ ടു √2 എന്നും അപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് എന്ത് വരും നോക്കിയേ, 8 ഇൻറ്റു √3 3 √2 പ്ലസ് √3 ഇൻറ്റു √2 3 നോക്കിയേ, ഈക്വൽ ടു 8 ഇൻറ്റു 3 ഇൻറ്റു √2 പ്ലസ് 2 ഇൻറ്റു √3. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 8 3 പ്ലസ് 2 ഈക്വൽ ടു 8 ഇൻറ്റു 5 എന്ന് എഴുതത്തില്ലേ? ഈക്വൽ ടു എന്താ മക്കളെ? 40 സിമ്പിൾ അല്ലേ? ഇത് മക്കളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന, റിപ്പീറ്റഡ് ആയിട്ട് പലതവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഒരു കാര്യം, ഈ ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്റർ തന്നെ പഠിച്ച പോലാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? ദൈവം നോക്കിയേ, ഇതാണ്ട് സീക്വൻസ് ആൻഡ് സീരീസിനകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണിത്. ദാണ്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? സം ഓഫ് n ടേംസ് കാണാൻ വേണ്ടിയാണ്. സീക്വൻസ് തന്നേക്കുന്ന ഏതാണ്? 777 തൊട്ട് nth ടേം വരെ. മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കേസിൽ ഞാൻ പറയും, ഈ 7 എന്ന് മാത്രമല്ല, നമുക്ക് ഈ 7ന്റെ പ്ലേസിൽ നോക്കിയേ, ഇത് ചോദിക്കാം. 888 എന്ന് പോയി nth ടേം വരെ ചോദിക്കാം. വേറൊരു പാറ്റേൺ ഉണ്ട്. 555 555 പോയി nth ടേം വരെ എന്നത് ചോദിക്കാം. 444 എന്ന് പോയി nth ടേം വരെ ചോദിക്കാം. പിന്നെ ഒരു പ്രാവശ്യം ചോദിച്ചതാണ് താണ്ടേ 333 എന്ന് പോയി nth ടേം വരെ ചോദിക്കാം. മക്കളെ, സെയിം പാറ്റേണിലാണ് ചെയ്യുന്നത്. എന്താണ്? നമ്പേഴ്സ് മാത്രം ഒന്ന് മാറിയെന്നേ ഉള്ളൂ അല്ലേ? അപ്പൊ നോക്കിയേ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ? നോക്കിയേ, എന്താണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്? 777 പോയി nth ടേം വരെ ഉള്ളതിന്റെ സമ്മ് കണ്ടുപിടിക്കാനായിട്ടാണല്ലേ? നോക്കിയേ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 9നെ മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്തു. അപ്പൊ എന്ത് വരും? 7/9 9 പ്ലസ് 99 പ്ലസ് 999 എന്ന് പോയി nth ടേം വരെ വരും അല്ലേ എഴുതുമ്പോൾ? ഇനി നോക്കിയേ, ഈ 7/10 അതുപോലെ തന്നെ എഴുതി. ഇനി ഈ 9നെ നമുക്ക് എങ്ങനെ എഴുതാം? 10 - 1 എന്ന് എഴുതില്ലേ? അടുത്ത 99നെയോ 10² - 1 എന്ന് എഴുതില്ലേ? 999നെയോ 10³ - 1 എന്ന് എഴുതില്ലേ? സോ അങ്ങനെ എഴുതി എവിടം വരെ പോകും? അത് nth ടേം വരെ പോകും. ഇനി അടുത്ത നോക്കിക്കേ, ഇനി നമ്മൾ ഈ 7/9 അതുപോലെ തന്നെ എഴുതി. ഇനി ഇതിനകത്ത് ഈ 10ന്റെ പവർ വരുന്നതിനെ നമ്മൾ ഒരു സൈഡിലേക്കാക്കി. 10 പ്ലസ് 10² പ്ലസ് 10³ പോയി nth ടേം വരെ പോകുന്നില്ലേ? യെസ്. അതിൻ്റെ മൈനസ് ഇവിടെ എല്ലാം -1 അല്ലേ വരുന്നത്? അപ്പം -1 പ്ലസ് 1 പ്ലസ് 1 തൊട്ട് nth ടേം വരെ 1നെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടല്ലേ? അപ്പോൾ നോക്കിക്കോണം, ഈ ഒരു സൈഡിൻ്റെ ആൻസർ എന്താണ് വരുന്നത്? യെസ്, n ആണ് വരുന്നത് അല്ലേ? ഇനി നോക്കിക്കേ, ഈ ഒരു സൈഡിൻ്റെയോ? ഓക്കെ, നമുക്കപ്പോൾ താവട്ടെ എഴുതാം. 7/9 ഇൻറ്റു എന്ത് വരെ ഈ സൈഡിൻ്റെ ആൻസർ? യെസ്, 10 ഇൻറ്റു 10⁻n - 1/10 - 1 എന്ന് വരും അല്ലേ? മൈനസ് n. ഈ n എവിടെ നിന്നാ വന്നേ? യെസ്, ഈ ഭാഗത്തിൻ്റെ n ആണ്. ഇനി ഈക്വൽ ടു എന്ത് വരും മക്കളെ? 7/9 10 ഇൻറ്റു 10⁻n
minus 1 by 9 minus n എന്ന് വരും അല്ലേ? യെസ്, ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ ഈ ഒരു പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻ സീക്വൻസ് ആൻഡ് സീരീസിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത് നോക്കാതെ പോകരുത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സീക്വൻസ് ആൻഡ് സീരീസിൽ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത് നോക്കിക്കേ, ഇതേത് ക്വസ്റ്റ്യൻ ആണ്? യെസ്, നമ്മുടെ കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് എലിപ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ പല തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് എങ്ങനെ ചെയ്യുന്നേ? ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ എങ്ങനെയാണ് മക്കളെ ചെയ്യുന്നത്? എന്നാണ്ട് ഇത് ഏത് ഫോർമുലയാണ് കിടക്കുന്നത്? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്ന ഫോമിലുള്ള ഇക്വേഷൻ ആണല്ലേ എലിപ്സിന്റെ. അതായത് എന്താണ് സംഭവം? എക്സ് സ്ക്വയർ ബൈ 5 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ 3 സ്ക്വയർ ഈക്വൽ ടു 1 എന്നല്ലേ അത്? എന്ന് വെച്ചാൽ എന്താണ്? എ ഈക്വൽ ടു 5, ബി ഈക്വൽ ടു 3 എന്ന് വരും അല്ലേ? നമുക്കാണ്ട് ഇങ്ങോട്ട് ഒന്നുകൂടെ എഴുതാം. എ ഈക്വൽ ടു 5, ബി ഈക്വൽ ടു 3. എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? യെസ്, സി എ കണ്ടുപിടിക്കണം. അപ്പൊ സി എ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? സി ഈക്വൽ ടു റൂട്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണല്ലേ? റൂട്ട് 5ന്റെ സ്ക്വയർ 25 മൈനസ് 3യുടെ സ്ക്വയർ 9 ഈക്വൽ ടു റൂട്ട് 16 ഈക്വൽ ടു 4 എന്ന് കിട്ടും. സി എന്താണ്? 4 ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്? യെസ്, ഫോക്കി കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. മക്കളെ, ഒരു എലിപ്സിന്റെ ഫോക്കി എന്ന് പറയുന്നത് എന്താണ്? പ്ലസ് ഓർ മൈനസ് C0 അല്ലേ? യെസ്, അപ്പോൾ ഇവിടുത്തെ ഫോക്കി എന്തായിരിക്കും? പ്ലസ് ഓർ മൈനസ് 4 അല്ലേ? ഇനി അടുത്ത നോക്കിക്കേ, അടുത്ത നമ്മുടെ വെർട്ടിസസ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുകയാണ്. ഒരു എലിപ്സിന്റെ വെർട്ടിസസ് എന്താണ്? അതായത് ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വെച്ച് നമ്മൾ ഏത് ടൈപ്പ് എലിപ്സ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതിനനുസരിച്ച് വേണം നമ്മുടെ ഫോക്കിയും വെർട്ടിസസും ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ വെർട്ടിസസ് എങ്ങനെയാണ് വരുന്നത്? യെസ്, പ്ലസ് ഓർ മൈനസ് A0 എന്നാണ് ഇവിടെ വെർട്ടിസസ് വരുന്നത്. സോ വെർട്ടിസസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? അപ്പം പ്ലസ് ഓർ മൈനസ് എന്താണ്? 5 അല്ലേ? 5 0 എന്ന് നമ്മുടെ വെർട്ടിസസ് കിട്ടും. ഇനി നോക്കിക്കേ, ഇനി നമ്മുടെ അടുത്ത് നമ്മൾ ഫോക്കി കണ്ടുപിടിച്ചു, വെർട്ടിസസ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ആൻഡ് ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, മേജർ ആക്സിസേ ചോദിച്ചിട്ടുള്ളൂ, നമുക്ക് മൈനർ ആക്സിസും കൂടെ കണ്ടുപിടിക്കാം. ഓക്കെ, ഇങ്ങോട്ട് നമുക്ക് എഴുതിയാലോ. ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, ലെങ്ത് ഓഫ് മേജർ ആക്സിസിന്റെ ഇക്വേഷൻ എന്താണ് വരുന്നത്? 2a ഈക്വൽ ടു 2 × 5 ഈക്വൽ ടു 10. ഇനി ഇവിടെ ചോദിച്ചിട്ടില്ലെങ്കിലും ഇനി വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. 2b എന്നാണ് ഇക്വേഷൻ. 2 × 3 അല്ലേ നമ്മുടെ b ഈക്വൽ ടു എന്ത് വരും? 6. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് എന്താണ് മക്കളെ? ലാറ്റസ് റെക്ടം കണ്ടുപിടിക്കാനായിട്ട്. യെസ്, ലാറ്റസ് റെക്ടത്തിന്റെ എന്താണ് ഇക്വേഷൻ? എല്ലാവരും നമുക്കിപ്പോൾ ഷോർട്ടിലിടാം. ലാറ്റസ് റെക്ടത്തിന്റെ ഇക്വേഷൻ എന്താണ്? യെസ്, 2b സ്ക്വയർ ബൈ എ ആണ് ലാറ്റസ് റെക്ടത്തിന്റെ ഇക്വേഷൻ വരുന്നത്. ഈക്വൽ ടു എന്ത് വരും? 2 × b 3യുടെ സ്ക്വയർ 9 ഡിവൈഡഡ് ബൈ a ഈക്വൽ ടു 5. അപ്പം എന്ത് വരും മക്കളെ? 18/5 എന്ന് വരും. ഇനി നോക്കിക്കേ, ഇനി നമുക്ക് ഇവിടെ ചോദിക്കാൻ വേറൊരു ക്വസ്റ്റ്യൻ എന്താ ഉള്ളത്? എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാൻ ചോദിക്കും അല്ലേ? ഇവിടെ ചോദിച്ചിട്ടില്ല, എന്നാലും ഈ കേസിൽ എക്സെൻട്രിസിറ്റി വരാൻ ചാൻസ് ഉണ്ട്. എക്സെൻട്രിസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? C/A. E എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് നമ്മൾ എക്സെൻട്രിസിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈക്വൽ ടു C/A എന്ത് വരും? ഈക്വൽ ടു C എത്രയാണ്? 4 ഡിവൈഡഡ് ബൈ A എന്താണ്? 5. 4/5. മക്കളെ, ഈ ഒരു ടൈപ്പിൽ നിന്ന് ദാണ്ടെ ഇപ്പൊ ഈ മിസ് എഴുതിയേക്കുന്ന എല്ലാം തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിച്ചിട്ടില്ലെങ്കിലും മൈനർ ആക്സിസിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം, എക്സെൻട്രിസിറ്റി ചോദിക്കാം. സെയിം ഈ ഇക്വേഷൻ തന്നിട്ട് ഇത് വെച്ച് കോണിക് സെക്ഷന്റെ ചാപ്റ്ററിനകത്തുനിന്ന് ഉറപ്പായിട്ടും വെർട്ടിസസ്, ഫോക്കി, ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, ലാറ്റസ് റെക്ടം, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ആൻഡ് എക്സെൻട്രിസിറ്റി എന്നിവ ചോദിക്കും. സോ ഇത് കുറെ തവണ ചോദിച്ചിട്ടുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ,
ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. യെസ്, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. അത് കോമ്പിനേഷന്റെ ഭാഗത്ത് നിന്നൊരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇതും കുറെ തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെ നമ്മൾ ചെയ്യും? ഇത് കാണുമ്പോൾ നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യണോ വേണ്ടോ എന്നൊക്കെ ഡൗട്ട് തോന്നും. ഒന്നും ചെയ്യേണ്ട. അതാണ് നോക്കിയേ, ഏതാണ് 8 = n-2 എന്ന ഫോർമുല യൂസ് ചെയ്യുക. 8 = n-2. അപ്പൊ n = എന്ത് വരും മക്കളെ? n = 10 വരും. ഇനി നമ്മുടെ എന്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്? NC3 കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു തന്നിട്ട് n കണ്ടുപിടിക്കാനായിട്ടൊരു ചോദ്യം കാണും. ഇവിടെ ഇൻഡയറക്ട്ലി നമ്മളോട് പറയാണ് n കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ NC3ക്ക് പകരം വേറെ ചോദിച്ചിട്ടുണ്ട്. NC10 ചോദിച്ചിട്ടുണ്ട്, NC6 ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പല രീതിയിലും നമുക്ക് ക്വസ്റ്റ്യൻ വരും. അപ്പൊ സോ നമ്മുടെ അടുത്ത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? NC3 കാണാനായിട്ട്. അപ്പൊ NC3 എന്ന് വരുമ്പോഴത്തേക്കും എന്താണ്? 10C3 = നമ്മുടെ ഷോർട്ട് ഫോം എന്താ മക്കളെ? 10 × 9 × 8 ഡിവൈഡഡ് ബൈ 3 × 2 × 1 അല്ലേ? ദാണ്ടെ ഈ 3നും 3നും കട്ട് ചെയ്താണ്ട് 9നെയും വെച്ച് 3 കട്ട് ചെയ്തപ്പോൾ 3 വന്നു. ദാണ്ടെ ഇവിടെ 2നെ 10 വെച്ച് കൊണ്ടപ്പോൾ മേളിൽ 5 വന്നു. ദാണ്ടെ ഈക്വൽ ടു എന്ത് വരും മക്കളെ? എന്ത് വരും മക്കളെ? ദാണ്ടെ ഈക്വൽ ടു 120 എന്ന് വരും. ഈക്വൽ ടു 120 എന്ന് വരും അല്ലേ? യെസ്. ഇനി അടുത്തത് നോക്കിക്കേ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. യെസ്, ഇതും പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനകത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്ത്? ഫാക്ടോറിയലിന്റെ ബേസിസിൽ. ഇതും കുറേ അധികം തവണ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മുടെ എന്താ ചോദിച്ചിരിക്കുന്നത്? യെസ്, എക്സ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. 1/8 ഫാക്ടോറിയൽ പ്ലസ് 1/9 ഫാക്ടോറിയൽ ഈക്വൽ ടു x/10 ഫാക്ടോറിയൽ. എന്നിട്ട് നമ്മുടെ എക്സ് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നു. മക്കൾ, ഇത് പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് തീരുന്ന ഒരു പ്രോബ്ലം ആണ്. എന്ത് ചെയ്യണം? അതാണ് നോക്കിയേ, 1/8 ഫാക്ടോറിയൽ പ്ലസ് 1/9 ഫാക്ടോറിയൽ ഈക്വൽ ടു x/10 ഫാക്ടോറിയൽ എന്ന് നമുക്ക് തന്നിട്ടില്ലേ? ഇത് നമുക്കൊന്ന് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? 9 ഫാക്ടോറിയൽ പ്ലസ് 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 8 ഫാക്ടോറിയൽ ഇൻറ്റു 9 ഫാക്ടോറിയൽ എന്ന് എഴുതാലോ. x/10 ഫാക്ടോറിയലിനെ 9 ഫാക്ടോറിയൽ ഇൻറ്റു 10 എന്ന് എഴുതാലോ. ഇനി നോക്കിക്കേ, ഇവിടെ ഈ മുകളിനകത്തുനിന്ന് 8 ഫാക്ടോറിയലിനെ പുറത്തെടുക്കുമ്പോഴത്തേക്കും ബാക്കി എന്തുണ്ട്? 9 + 1 ഉണ്ട് ഡിവൈഡഡ് ബൈ താഴെ 8 ഫാക്ടോറിയൽ ഇൻറ്റു 9 ഫാക്ടോറിയൽ ഉണ്ട് ഈക്വൽ ടു x/9 ഫാക്ടോറിയൽ ഇൻറ്റു 10 ഉണ്ട്. ഇനി ഇതിനകത്ത് നിന്ന് എന്തൊക്കെ കട്ട് ചെയ്ത് കളയാം? ദാറ്റ് 8 ഫാക്ടോറിനെ കട്ട് ചെയ്ത് കളയാം. ഈ 9 ഫാക്ടോറിനെയും ഈ 9 ഫാക്ടോറിനെയും കട്ട് ചെയ്ത് കളയാം. പിന്നെ ബാക്കി എന്തുണ്ട് മക്കളെ? ദാറ്റ് നോക്കിക്കേ, x = എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ എന്തുണ്ട്? x = 10 × 10 എന്ന് എഴുതാലോ. ഈക്വൽ ടു എത്ര വരും? x = 100 എന്ന് നമുക്ക് വരും. x = 100 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇത് ഏറ്റവും സിംപിളി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റ് ആയിട്ട് നമ്മൾ കുറേ അധികം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിന് പകരം നമുക്ക് ഇതേ ടൈപ്പിൽ നമ്പേഴ്സ് മാറ്റി മാറ്റി ചോദിക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എന്താ പറയുന്നത്? യെസ്, നമ്മുടെ സ്ട്രേറ്റ് ലൈൻ ആദ്യ ചാപ്റ്ററിനാണല്ലേ. ഇത് നോക്കിയേ, ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റ് ആയി ചോദിച്ചേക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ലൈൻ പെർപെൻഡിക്കുലർ. ഒരു ലൈനിന്റെ ഇക്വേഷൻ തരും. ആ ലൈനിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മുടെ അടുത്ത് ചോദിക്കുക. എന്താണ്? ഒരു ലൈനിന്റെ ഇക്വേഷൻ തരും. ആ ലൈനിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കും. ഇവിടെ നോക്കിക്കേ, അപ്പൊ ആദ്യം നമ്മൾ ഇതിനകത്ത് എന്ത് കണ്ടുപിടിക്കണം? തന്നിരിക്കുന്ന ലൈനിന്റെ സ്ലോപ്പ് ആദ്യം കണ്ടുപിടിക്കണം. ഇവിടെ തന്നിരിക്കുന്ന ലൈനിന്റെ ഇക്വേഷൻ ഏതാണ്? യെസ്, ഇതാണ് തന്നിരിക്കുന്ന ലൈനിന്റെ ഇക്വേഷൻ. അപ്പൊ അതിന്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? x - 7y പ്ലസ് 5 = 0 എന്ന് തന്നേക്കുന്നത്. മക്കളെ, y = എന്ന് വരുന്ന രീതിയിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? അതെ, -7y അവിടെ നിർത്തി. ബാക്കി അപ്പുറത്തേക്ക് -x -5 എന്ന് പോയി. ഇനി y = x/7 പ്ലസ് 5/7 എന്ന് എഴുതാലോ. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? ഏതാണ്ട് നോക്കിയേ, 1/7 ഇൻറ്റു x പ്ലസ് 5/7 എന്ന് എഴുതാമല്ലേ. ഇത് ഏത് ഫോമാണ്? y = mx പ്ലസ് ബി എന്ന ഫോം അല്ലേ. ഇതിൽ ഏതാണ്? m എന്ന് പറയുന്നതാണ് നമ്മുടെ സ്ലോപ്പ് അല്ലേ. സോ ഇവിടെ നോക്കിക്കേ, ഇവിടെ സ്ലോപ്പ് എന്ത് വരും? m = 1/7. ഇനി നോക്കിക്കേ, ഈ ലൈനിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? m എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലോപ്പ് ഓഫ് ലൈൻ പെർപെൻഡിക്കുലർ ടു ദിസ് ലൈൻ എന്ത് വരും? യെസ്, എന്താണ്? -7 = -7 എന്ന് വരും. ഇനി ഇവിടെ നോക്കിക്കേ, ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്ന എന്താണ്? ഹാവിങ് എക്സ് ഇന്റർസെപ്റ്റ് 3 എന്ന് തന്നിട്ടുണ്ട്. അതായത് 3 0
ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഏത് ഇക്വേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? y മൈനസ് y0 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x0 എന്ന് പറഞ്ഞ ഇക്വേഷൻ വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. ഇതിൽ ഈ 30 എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്? യെസ്, x0 y0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷനകത്തോട്ട് എടുത്ത് എഴുതുമ്പോൾ എന്ത് വരും? y മൈനസ് 0 ഈക്വൽ ടു എം എന്താണ്? നമ്മുടെ സ്ലോപ്പ്. എം നമുക്ക് കിട്ടിയായിരുന്നു എന്താണ്? -7 അല്ലേ? -7 ഇൻറ്റു എക്സ് മൈനസ് 3 എന്ന് നമുക്ക് കിട്ടും. ഇനി ഇവിടെ നോക്കിക്കേ, y ഈക്വൽ ടു -7x മൈനസ് 20 മൈനസോടെ വന്ന് അതുകൊണ്ട് പ്ലസ് 21 എന്ന് കിട്ടും. y ഈക്വൽ ടു -7x പ്ലസ് 21 എന്ന് കിട്ടും. സോ ഇതാണ് നമ്മുടെ ആൻസർ. സോ ഇതെന്താ? ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പോവുക. നമുക്കൊരു ഇക്വേഷൻ, ഒരു ലൈനിന്റെ ഇക്വേഷൻ തരും. ആ ലൈനിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക, പ്ലസ് ഇന്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റ്. ചിലപ്പോൾ ഇവിടെ നമുക്ക് ഇന്റർസെപ്റ്റ് വരുന്ന പോയിന്റ് ആയിട്ട് തന്നു, അതായത് എക്സിൽ ഇന്റർസെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു തന്നു. ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് പോയിന്റ് ആയിട്ട് തരുന്നത് -2, 3 അങ്ങനെ എന്തെങ്കിലും ഒരു പോയിന്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ തരുന്നത്. അങ്ങനെയാണെങ്കിൽ സ്റ്റിൽ എന്ത് ചെയ്യണം? ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക, ഡയറക്റ്റ് നമ്മൾ ഇക്വേഷനകത്തോട്ട് അപ്ലൈ ചെയ്യുക. സോ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇതാട്ടെ അടുത്ത ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് എന്താണ്? നമുക്ക് 3 പോയിന്റ് തന്നേക്കാണ്. 3 ഡയമെൻഷണൽ ജോമെട്രിക്കകത്തുനിന്ന് 3 പോയിന്റ് തന്നു. ആദ്യം നമ്മുടെ എ ബി കണ്ടുപിടിക്കാൻ ചോദിച്ചു, പിന്നെ നമ്മുടെ കൊലീനിയർ ആണെന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കുക. പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. കൊലീനിയർ ആണോ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട്. മക്കളെ, കൊലീനിയർ ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുന്നത് കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. സോ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്. ഇത് കൂടാതെ വേറൊരു ടൈപ്പ് ചോദിക്കാറുണ്ട്, എന്താ? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണോ എന്ന് നോക്കാനും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കൊലീനിയർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്താലോ. നമ്മുടെ കൊലീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ചോദിച്ചിരിക്കുന്നത് എന്താ? എ ബി കണ്ടുപിടിക്കാനായിട്ട്. എ ബി എന്താണ്? എ ബി ഈക്വൽ ടു നമ്മുടെ ഡിസ്റ്റൻസ് ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ എന്താണ് നമ്മുടെ ഡിസ്റ്റൻസ് ഇക്വേഷൻ? ആദ്യം നമ്മൾ ഡിസ്റ്റൻസ് ഇക്വേഷൻ എഴുതി. ഡി ഈക്വൽ ടു എന്താണ്? x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് എന്താണ്? z2 മൈനസ് z1 ദി ഹോൾ സ്ക്വയർ അല്ലെ? ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ് ഇക്വേഷൻ. സോ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും നോക്കിക്കേ. എ ബിയിൽ കണ്ടുപിടിക്കാനായിട്ട് ഇത് എ എന്ന് പറഞ്ഞ പോയിന്റ്, ഇവിടെ എ എന്ന് വന്നിട്ട് മിസ്സായി പോയിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ പോയിന്റ്, ഇത് ബി എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പൊ എന്ത് വരും? 2 മൈനസ് ഓഫ് -4 എന്നല്ലേ? അപ്പം 2 + 4 എന്ന് വരും സ്ക്വയർ, പ്ലസ് 4 മൈനസ് 6 സ്ക്വയർ പ്ലസ് 6 മൈനസ് 10 സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും മക്കളെ? 2 + 4 6ന്റെ സ്ക്വയർ പ്ലസ് 4 മൈനസ് 2, അപ്പോൾ -2ന്റെ സ്ക്വയർ പ്ലസ് -4ന്റെ സ്ക്വയർ അല്ലേ? ഈക്വൽ ടു എന്ത് വരും? 36 പ്ലസ് 4 പ്ലസ് 16 ഈക്വൽ ടു എന്താ വരുന്നത്? √56. ഈ √56നെ നമുക്ക് എങ്ങനെ എഴുതാം? 2√14 എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചേക്കുന്നത്? യെസ്, ഇത് ഈ 3 പോയിന്റ്സ് കൊലീനിയർ ആണോ എന്ന് ചോദിച്ചേക്കുന്നത്. മക്കളെ, കൊലീനിയർ ആണോ ചോദിക്കുന്നുണ്ട്. എന്താണ്? ഇതൊരു ലൈന് എ ബി സി. ഈ 3 പോയിന്റും ഒരേ ലൈനിലാണോ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? എ ബിയുടെ ഡിസ്റ്റൻസും ബി സിയുടെ ഡിസ്റ്റൻസും തമ്മിൽ സമ്മിച്ചെടുക്കുമ്പോൾ എ സിയുടെ ഡിസ്റ്റൻസിനോട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ? സോ നമ്മളിപ്പോൾ എ ബി കണ്ടുപിടിച്ചില്ലേ? ഇനി നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ഏതാണ്? ബി സി കണ്ടുപിടിക്കാം അല്ലേ? ബി സി കണ്ടുപിടിക്കാം. സോ ബി സിയുടെ പോയിന്റ്സ് ഏതൊക്കെയാണ് വരുന്നത്? ഇത് രണ്ടെണ്ണമാണ് ബി സിയുടെ പോയിന്റ്സ്. അപ്പം ബി സിയുടെ പോയിന്റ്സ് നമ്മൾ എഴുതിയല്ലോ. അപ്പം നോക്കിയേ, ഏതാണ് വരുന്നത്? 14 മൈനസ് √14 മൈനസ് 2 പ്ലസ് 0 മൈനസ് 4, 14 മൈനസ് 2ന്റെ ഹോൾ സ്ക്വയർ ഉണ്ട്. 0 മൈനസ് 4ന്റെ സ്ക്വയർ പ്ലസ് -2 മൈനസ് 6 ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും മക്കളെ? 14 മൈനസ് 2 എന്താണ്? 12ന്റെ സ്ക്വയർ അല്ലേ? 12ന്റെ സ്ക്വയർ പ്ലസ് ഇവിടെയോ -4ന്റെ സ്ക്വയർ
പ്ലസ് അടുത്തത് -8ന്റെ സ്ക്വയർ ഈക്വൽ ടു എന്താണ്? റൂട്ട് 144 പ്ലസ് 16 പ്ലസ് 64 ഈക്വൽ ടു എന്താ വരുന്നത്? റൂട്ട് 224. ഈ 224നെ നമുക്ക് എങ്ങനെ എഴുതാം? 4√14 എന്ന് എഴുതത്തില്ലേ? യെസ്. ഇനി അടുത്ത് നോക്കിക്കേ. ഇനി നമ്മൾ എ ബിയും ബി സിയും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഏതാ കണ്ടുപിടിക്കാനുള്ളത്? യെസ്, എ സി കണ്ടുപിടിക്കാനുണ്ട് അല്ലേ? എ സി കണ്ടുപിടിക്കാനായിട്ടുണ്ട്. അപ്പൊ എ സിയുടെ പോയിന്റ്സ് ഏതൊക്കെയാണ്? കണ്ടുപിടി നോക്കിയേ. ഇതാണ് എ, ഇതാണ് സി. അപ്പം എ സിയുടെ പോയിന്റ്സ് കാണാം. അപ്പൊ നോക്കിയേ, എന്താണ് ഡിസ്റ്റൻസ് കാണാം. എ സിയുടെ ഡിസ്റ്റൻസ് നോക്കിയേ, ഈക്വൽ ടു റൂട്ട് 14 -4 അല്ലേ? അപ്പം +4 വരും. പ്ലസ് 4 the whole square plus 0 - 6 the whole square plus എന്താണ്? -2 - 10 the whole square അല്ലേ? ഈക്വൽ ടു എന്ത് വരും മക്കളെ? ഈക്വൽ ടു എന്താണ്? 8ന്റെ സ്ക്വയർ പ്ലസ് -6ന്റെ സ്ക്വയർ പ്ലസ് -12ന്റെ സ്ക്വയർ അല്ലേ? ഈക്വൽ ടു എന്താണ്? 324 പ്ലസ് 36 പ്ലസ് 144 ഈക്വൽ ടു റൂട്ട് 504. എന്താണ് ഈക്വൽ ടു? 6√14 അല്ലേ? ഇനി നോക്കിക്കേ, ഞാൻ നേരത്തെ പറഞ്ഞു എ ബി പ്ലസ് ബി സി ഈക്വൽ ടു എ സി ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി, അത് കൊലീനിയർ ആയിരിക്കും എന്ന് പറഞ്ഞല്ലേ. സോ എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി പ്ലസ് ബി സി എന്താണെന്ന് കണ്ടുപിടിച്ചാലോ? എ ബി പ്ലസ് ബി സി എന്താണ്? 2√14 പ്ലസ് 4√14 ആണല്ലേ? ഈക്വൽ ടു എന്താണ് മക്കളെ വരുന്നത്? ഈക്വൽ ടു 6√14 എന്ന് വരും അല്ലേ? അതെന്ത് തന്നെയാണ്? എ സി ആണല്ലേ? സോ എന്താണിത്? കൊലീനിയർ ആണ് അല്ലേ? ഇത് മൂന്നെണ്ണവും എന്താണ്? കൊലീനിയർ ആണ്. എ ബി സി ആർ കൊലീനിയർ അല്ലേ? കൊലീനിയർ ആണ് മക്കളെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ചെയ്ത് നോക്കിയിട്ട് തന്നെ എക്സാമിന് പോവുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? യെസ്, ഇവിടെ നോക്കിക്കേ. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിനകത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറെ തവണ ചോദിച്ചു കണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താ വരുന്നത്? യെസ്, എന്താണ്? n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1 അല്ലേ? n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതിനെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? യെസ്, ഇത് ഈ ക്വസ്റ്റ്യൻ നമ്മൾ എടുത്ത് എഴുതുമ്പോൾ നോക്കിയേ. ലിമിറ്റ് എക്സ് റേസ് ടു 15 മൈനസ് 1 ബൈ എക്സ് റേസ് ടു 10 മൈനസ് 1 അല്ലേ? ഇത് നോക്കണം. ഇതിനെ രണ്ടിനെയും എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എങ്ങനെ വരും? ലിമിറ്റ് എക്സ് റേസ് ടു 15 മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 10 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 അല്ലേ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് x raised to 15 minus 1 by x minus 1 divided by limit x raised to 10 minus 1 divided by x minus 1. മക്കളെ ഇത് നോക്കിക്കേ, ഇത് ഏത് ഫോമാണ്? ഇവിടെ എന്ത് വരും? 15 ഇൻറ്റു 1 അപ്ലൈ ചെയ്യുമ്പോൾ എക്സിന് പകരം 1 അപ്ലൈ ചെയ്യുമ്പോൾ 1 raised to 15 മൈനസ് 1 എന്ന് വരും അല്ലേ? യെസ്, ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 1 raised to 10 മൈനസ് 1 എന്ന് വരും.
ഈക്വൽ ടു എന്താ വരുന്നത്? 15/10 ഈക്വൽ ടു 3/2 എന്ന് വരും. ഓക്കെ, സിമ്പിൾ അല്ലേ? സിമ്പിൾ ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് പോവാം. അങ്ങനെ നമ്മുടെ 10 ക്വസ്റ്റ്യൻസ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സോ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ചെയ്തിട്ട് തന്നെ പോവുക. ഇതിന്റെ PDF-ന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ തന്നെ കൊടുത്തേക്കാം. ഓക്കെ, സോ ചെയ്തിട്ട് പോയി നന്നായി എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്.